ണ്ടോ മോനെ, ഹറാമുകൾ ഒരിക്കലും നല്ല നമ്മുടെ ചെവി കൊണ്ട് ശ്രവിക്കാൻ പാടില്ല. ഇന്ന് വളരെ വ്യാപകമായി നമ്മുടെ നാട്ടിൽ വരുന്നൊരു ആചാരമാ. പ്രവാസികളായ ചെറുപ്പക്കാര് നാട്ടിലേക്ക് വരുമ്പോ വളരെ കുറഞ്ഞ ലീവേ ലഭിക്കുന്നുള്ളൂ. ആ ലീവിന്റെ ഉള്ളിൽ അവനൊരു വിവാഹം കഴിക്കേണ്ട ഉദ്ദേശത്തിലാ വരുന്നത്. തിരക്കിട്ട ആലോചനകൾ ഇങ്ങനെ നടക്കുമ്പോ ലീവ് കഴിയാനാകുന്ന ദിവസത്തിലാണ് ഒരു പെണ്ണുമായിട്ടോ വിവാഹം നടത്താനുള്ള ആലോചനകൾ അങ്ങ് റെഡിയാകുന്നത്. എന്നാൽ വിവാഹം കഴിക്കാനുള്ള സമയം അവനില്ല, ലീവ് കഴിയാറായി. അപ്പൊ രണ്ട് വീട്ടുകാരും തമ്മിൽ ആലോചിച്ചിട്ടൊരു തീരുമാനമെടുക്കുകയാണ്. തൽക്കാലം നമുക്ക് വിവാഹം ഉറപ്പിച്ചു വെക്കാം, നിക്കാഹ് അടുത്ത ലീവിൽ വരുമ്പോ നടത്താമെന്ന് പറഞ്ഞ് തീരുമാനിക്കുകയാണ്. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് കുറെ ആളുകളതാ നവവധുവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്തിനാ? വിവാഹം ഉറപ്പിക്കാനുള്ള പോക്കാ. ആ വിവാഹം ഉറപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോ ഭർത്താവിന്റെ വീട്ടുകാരുടെ സമീപത്തോ അവർ കൂടെ കുറെ ഡ്രസ്സുകൾ കൊണ്ടുപോകുന്നു. കുഴപ്പമില്ല, അവൾക്ക് സ്വർണമണിയിച്ചു കൊടുക്കുന്നു, ഞാനതിനും എതിര് പറയുന്നില്ല. പക്ഷേ ആ പിതാവിന്റെ അല്ലെങ്കിൽ ആ വരന്റെ വീട്ടുകാര് വധുവിന്റെ വീട്ടിലേക്ക് വിവാഹം ഉറപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോ അതേ ഭർത്താവാൻ പോകുന്ന ചെറുപ്പക്കാരന്റെ വകയായി ഒരു സമ്മാനം ആ പ്രതിശ്രുത വധുവിനങ്ങ് നൽകുന്നു. എന്താണ് അവര് നൽകുന്നതെന്നറിയുമോ? നല്ല ക്ലാസ് മൊബൈലാ. വിവാഹം ഉറപ്പിക്കാൻ വരുമ്പോ പെണ്ണിന് വിവാഹം ഉറപ്പിക്കുന്ന വീട്ടുകാര് മൊബൈൽ കൈമാറുകയാണ്. ചില രക്ഷിതാക്കന്മാരെ നാണമില്ലാതെ അങ്ങാടിയിൽ വന്ന് അഭിമാനത്തോടെ പറയാറുണ്ടോ, എന്റെ മകളെ കാണാൻ വന്ന ചെറുക്കന്റെ വീട്ടുകാരെന്നലെ വിവാഹം ഉറപ്പിക്കാൻ വന്നപ്പോ നല്ല ആയിരങ്ങള് വിലപിടിപ്പുള്ള മൊബൈലാണ് എന്റെ മകൾക്ക് കൊടുത്തത്, നല്ല എ ക്ലാസ് മൊബൈലാണ് കൊടുത്തത്. സുബ്ഹാനല്ലാഹ്, എന്തിനാണ് ആ പെണ്ണിന്റെ കയ്യിലേക്കൊരു മൊബൈൽ ഏൽപ്പിച്ചതെന്നറിയുമോ? നാളെ മുതൽ വിളി തുടങ്ങാനാ, രണ്ടുപേർക്കും സംസാരിക്കാനാ. അവൻ ഗൾഫിലേക്കങ്ങ് ചെന്നിട്ട് മണിക്കൂറുകളോളം ഈ പെണ്ണുമായി സല്ലപിക്കുകയല്ലയോ? ഓ ചെറുപ്പക്കാരാ, നിക്കാഹ് കഴിക്കാതെ അവളുമായി സംസാരിക്കാൻ നിനക്കാരടാ അനുവാദം തന്നത്? ഏത് തീരാനടാ നിനക്കത് വകവെച്ചു തന്നത്? ഓ രക്ഷിതാക്കളെ, നമ്മളെ മകളുമായിട്ടൊരു അന്യപുരുഷന് സംസാരിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുമ്പോ ഈ മകള് നാളെ ആഖിറത്തിൽ നമുക്ക് എതിരെ സാക്ഷി നിൽക്കുമെന്നൊരു ചിന്ത വേണം കേട്ടോ. അതുകൊണ്ട് തന്റെ ഇടത്തോടെ രക്ഷിതാക്കള് പറയേണ്ടതുണ്ട്. മൊബൈല് കൈമാറാൻ വരുമ്പോ രക്ഷിതാക്കൾ ആണത്വത്തോടെ പറയേണ്ടതുണ്ട്. എന്റെ മകളുമായി നിക്കാഹ് നടന്നിട്ടില്ലല്ലോ, എന്റെ മകളുമായി ഹലാലൈസേഷൻ നടന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് അവൾക്ക് മൊബൈലിന് കൊടുക്കാൻ യാതൊരു നിർവാഹവുമില്ല. നിക്കാഹ് കഴിഞ്ഞതിന്റെ ശേഷമേ സംസാരം പാടുള്ളൂ, അതുകൊണ്ട് മൊബൈല് വേണ്ട, അതെനിക്ക് പൊരുത്തമില്ല എന്ന് പറയാനുള്ള തന്റെ ഇടമെങ്കിലും രക്ഷിതാക്കളെ നമ്മൾ കാണിക്കേണ്ടതുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഈ പ്രതിശ്രുത വരൻ വധുവിനെ വിളിച്ചുകൊണ്ട് അത്യാവശ്യ കാര്യങ്ങളല്ലല്ലോ സംസാരിക്കുന്നത്. മണിക്കൂറുകളോളം അവർക്ക് ദിവസവും അത്യാവശ്യ കാര്യം പറയാനുമില്ലല്ലോ. പിന്നെയോ രണ്ടുപേരും അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വൈകാരികമായ ചിന്തകളോടുകൂടിയുള്ള സംസാരമല്ലേ, അത് പച്ച ഹറാം.
ഹറാമ, അത് നിഷിദ്ധമാണ് കേട്ടോ. ഓ ചെറുപ്പക്കാരാ, നിക്കാഹ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ വലിയൊരു സുന്നത്താണ്, ചര്യയാണ്. ദീനിന്റെ 2 ഭാഗം കവർ ചെയ്യാൻ പറ്റിയ അമലാണ്. എന്നാൽ ആ ദീനുൽ ഇസ്ലാമിലെ വലിയ ചര്യയായ നിക്കാഹില്ലയോ, അത് ഹറാമ് കൊണ്ട് തുടങ്ങിയ ആ വൈവാഹിക ബന്ധത്തിൽ ബറക്കത്തുണ്ടാകുമോ, സന്തോഷം കിട്ടുമോ, സമാധാനം ലഭിക്കുമോ? ഇനി ആ വൈവാഹിക ജീവിതത്തിൽ ഒരു കുട്ടി പിറന്നാൽ അത് സാലിഹാകുമോ? കാരണം ഹറാമിലായിട്ടല്ലേ മോളെ മോനെ നീ ബന്ധം തുടങ്ങിയതോ. ഹറാമിലൂടെ ഉണ്ടാകുന്ന ഹറാമിന്റെ വിഷയങ്ങളിലൂടെയല്ലേ നിങ്ങൾ രണ്ടുപേരും ആദ്യം നല്ല സമ്പർക്കം തുടങ്ങിയതോ. ഹറാമിന്റെ ഭാഗത്തിലൂടെ തുടങ്ങിയ ബന്ധത്തില് നല്ല കുട്ടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് എന്റെ സഹോദരന്മാരോട്, രക്ഷിതാക്കളോട് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാ, ഈ ആചാരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലോ അതിനെതിരെ നമ്മളങ്ങ് ഇറങ്ങണം കേട്ടോ. അതിനോട് വേണ്ട എന്ന് പറയാനല്ല, നെഞ്ചോക്കെ കാണിക്കണം കേട്ടോ.